സന്നിധാനത്ത് വൈകുന്നേരം 4:30 മഴ തുടങ്ങിയത്. ശക്തമായ മഴയല്ല, ചാറ്റൽ മഴയാണ്. പക്ഷേ 3 മണിക്കൂർ പിന്നീടും ഈ മഴ ഇതേപോലെ തന്നെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ അയ്യപ്പന്മാർക്ക് ഇവിടെ എത്തുന്നതിന് അത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും മഴ വകവയ്ക്കാതെ മഴ നനഞ്ഞുകൊണ്ട് തന്നെ പമ്പ മുതൽ സന്നിധാനം വരെ നടന്നെത്തുകയാണ് പല അയ്യപ്പന്മാരും. ഇതിൽ പമ്പയിൽ നിന്ന് ഈ മഴ കാരണം പലരും അവിടെ തന്നെ തങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ മരക്കൂട്ടത്തെ ക്യൂ കോംപ്ലക്സുകളിൽ മഴ മാറുന്നതുവരെ കാത്തിരിക്കുന്ന സാഹചര്യമുണ്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെ സന്നിധാനത്ത് അയ്യപ്പന്മാരുടെ എണ്ണത്തിൽ മഴ ഉള്ള സമയത്ത് വലിയ കുറവ് തന്നെയാണ് ഉള്ളത്. മാത്രമല്ല മഴയുടെ സമയത്ത് 18-ാം പടിയിൽ സാധാരണ വേഗതയിൽ അയ്യപ്പന്മാരെ കയറ്റുവാനും കഴിയുകയില്ല. കാരണം നനഞ്ഞൊട്ടി വരികയായിരിക്കും. അപ്പോൾ അത് പെട്ടെന്ന് അവരെ മുകളിലേക്ക് കൊണ്ടുവരുന്നതിനും വലിച്ചു കയറ്റുന്നതിനും പോലീസിനും പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എത്തിയ അയ്യപ്പന്മാർക്കെല്ലാം തന്നെ സുഖമായിട്ട് ദർശനം നടത്താവുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. എത്തിയവരൊക്കെ തന്നെ അതിൻ്റെ ഒരു സംതൃപ്തിയും നമ്മളോട് പങ്കുവെക്കുകയുണ്ടായി. നല്ല മഴയായിരുന്നു. നല്ല ഭംഗിയായ രീതിയിൽ ഞങ്ങൾക്ക് മല ചവിട്ടാനും പറ്റി. മഴയാണെങ്കിലും മഴയത്ത് ഒരു തടസ്സവും ഉണ്ടായില്ല. பரவாயில்ல, ஓரளவுக்கு பரவாயில்ல. எல்லாம் நார்மலான கும்பல் தான். ஒன்றும் தரிசனம் கொஞ்சம் ஃப்ரீயாக இருக்குது, பரவாயில்ல. എളുപ്പമുണ്ടല്ലേ? വേറെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? പുതിയ ഗേറ്റ് ഉണ്ടായത് നല്ല കുഴപ്പമില്ല. എല്ലാം മഴയായിരുന്നു, ഫുള്ള് മഴ കൊണ്ട് എല്ലാ സ്ഥലത്തും മഴ. ഈ സമയം വരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. മഴ ഒരു ബുദ്ധിമുട്ടുമില്ല, അടിപൊളിയാണ്, ഒരു കുഴപ്പമില്ല, ഹാപ്പിയാണ്. ഹാപ്പിയല്ലേ? ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദർശനമെല്ലാം സുഖമായി നടന്നു കഴിഞ്ഞാലും അടുത്ത ഒരു വെല്ലുവിളി വിരിവെക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം സന്നിധാനത്ത് 2000-ൽ താഴെ മാത്രമാണ് ആളുകൾക്ക് തങ്ങാനുള്ള വിരിവെക്കാനുള്ള സൗകര്യം. റൂമുകളായിട്ടും വിരിവെപ്പ് കേന്ദ്രങ്ങളായിട്ടും ഒക്കെ വളരെ 1500-2000-ന് താഴെയുള്ളവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഒരുപാട് പേര് ഇതേപോലെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മഴ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. കാരണം സാധാരണഗതിയിൽ തുറസായ സ്ഥലങ്ങളിലൊക്കെ വിരിവെച്ച് അഭിഷേകത്തിനുള്ള നാളികേരങ്ങൾ നെയ്യെല്ലാം ഒഴിച്ച് അങ്ങനെയാണ് ഇവിടെ തങ്ങുന്നത്. പുലർച്ചെ അഭിഷേകം നടത്തി മടങ്ങിപ്പോകുന്നൊരു പതിവാണുള്ളത്. പക്ഷേ മഴ ഇങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് പുറത്ത് വിരിവെക്കാൻ കഴിയുകയില്ല. അതൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. പക്ഷേ അത് ഒരു പെട്ടെന്ന് നമുക്ക് പരിഹരിക്കാവുന്ന പ്രശ്നമല്ല. കാരണം ഇതൊരു കാനന ക്ഷേത്രമാണ്, നിർമ്മാണങ്ങൾക്ക് തടസ്സമുണ്ട്, പല പ്രായോഗികമായിട്ട് പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ സൗകര്യങ്ങൾ ഉണ്ടാക്കലൊന്നും എളുപ്പമുള്ളതല്ല. ഇവിടെ ചെയ്യാൻ കഴിയുന്ന കാര്യം കനത്ത മഴയാണെങ്കിൽ പരമാവധി മഴ മാറിയതിനു ശേഷം സന്നിധാനത്തേക്ക് എത്താൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ്. പമ്പയിലും അതുപോലെ ക്യൂ കോംപ്ലക്സുകളിലൊക്കെ മഴ കൊള്ളാതിരിക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ എത്തുകയാണെങ്കിൽ തന്നെ 3-4 വിരിവെപ്പ് കേന്ദ്രങ്ങളുണ്ട് മുകൾ ഭാഗത്തായിട്ട്. അതുപോലെ നടപ്പന്തലുണ്ട്. അവിടെയെല്ലാം തന്നെ അയ്യപ്പന്മാർക്ക് തങ്ങേണ്ടി വരും. നിലവിൽ ഈ മഴ അയ്യപ്പന്മാരുടെ എണ്ണത്തിൽ ഇന്ന് 1,00,000-ഓളം പേര് വരും എന്ന് കരുതിയ സ്ഥാനത്ത് വൈകുന്നേരമായിട്ടും 60,000-ൽ മുകളിൽ അയ്യപ്പന്മാർ മാത്രമാണ് എത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ മഴ മാറിക്കഴിഞ്ഞാൽ ഇനിയും തിരക്ക് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം മഴയത്ത് വരാൻ കഴിയാത്തവരെല്ലാം മഴ മാറി ഒന്നിച്ചു വരാനുള്ള സാധ്യതയും മുന്നിലുണ്ട്. നിലവിലെ ശബരിമലയിലെ മഴ പെയ്തപ്പോഴുള്ള സാഹചര്യങ്ങൾ ഇപ്രകാരമാണ്. KP ധനേഷിനൊപ്പം CB അനുമോദ്, ന്യൂസ് 18.